ക്രിസ്റ്റഫർ നോളന്റെ ഡയറക്ഷനിൽ 2014 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ മൂവിയാണ് ഇൻറ്റർസ്റ്റെല്ലാർ. 2014 ഇറങ്ങി ഇൻറ്റർസ്റ്റെല്ലാർ അതിന്റെ 10ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് 2024 ലോകമെമ്പാടും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ഫെബ്രുവരി 7-നാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ കഥയിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ, ഭൂമിയിലുള്ള മനുഷ്യന് ഇനി ഒരിക്കലും ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഭൂമിയിലുള്ള എല്ലാ സസ്യജാലങ്ങളും നശിച്ചിരിക്കുന്നു. വിരലിൽ എണ്ണാൻ മാത്രമുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ഇപ്പോൾ ഭൂമിയിൽ ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല, അന്തരീക്ഷത്തിൽ മൊത്തം പൊടിപടലങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഒരു സാഹചര്യത്തിലും ഇനി ഇവിടെ ജീവൻ നിലനിന്ന് പോവില്ല എന്നുള്ള സാഹചര്യത്തിൽ ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന കഥാനായകൻ തൻ്റെ മകളെയും ഫാമിലിയെയും വിട്ടിട്ട് അവൻ വിശാലമായ ആ സൗരയൂഥത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവൻ മാത്രമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്, അവനോടൊപ്പം തന്നെ സഞ്ചരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ വിശാലമായ ആ സൗരയൂഥത്തിലേക്ക് അവർ കടന്നു ചെല്ലുകയാണ്. അവിടെ അവരെ കാത്തിരിക്കുന്ന വെല്ലുവിളികൾ എന്തെല്ലാമാണ്, തങ്ങളുടെ ദൗത്യം അവർക്ക് നിറവേറ്റാൻ സാധിക്കുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇൻറ്റർസ്റ്റെല്ലാർ ചർച്ച ചെയ്തു വരുന്നത്. മാത്രവുമല്ല, മറ്റൊരു സിനിമകളിലും കാണിക്കാത്ത രീതിയിലുള്ള പല കാഴ്ചകളുമാണ് ഇൻറ്റർസ്റ്റെല്ലാർ നമ്മൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. വേം ഹോൾ, സാറ്റേൺ, അതുപോലെ തന്നെ ബ്ലാക്ക് ഹോള്, ഐസ് പ്ലാനറ്റ്, വാട്ടർ പ്ലാനറ്റ് എന്നിങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരിക്കൽ പോലും കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഈ സിനിമ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു റിലീസ് വരികയാണ് ഈ ഫെബ്രുവരി 7-ന്. ഈ ഒരു മൂവി ചെറിയ സ്ക്രീനിൽ കണ്ടു തീർത്തപ്പോൾ എനിക്കുണ്ടായ നിരാശ എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. കാരണം അത്രയേറെ ഒരു വിഷ്വൽ ട്രീറ്റാണ് ഈ സിനിമ നമുക്ക് നൽകുന്നത്. നിങ്ങൾ ഒരു വിഷ്വൽ ട്രീറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് പോയി കണ്ടു നോക്കൂ, വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും സൗരയൂഥത്തിൻ്റെ മായാലോകത്തേക്ക് കടന്നു ചെല്ലാം അല്ലേ, ഫെബ്രുവരി 7-ന്. അതുമാത്രമല്ല, ലോകത്തിൽ തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ബെസ്റ്റ് സയൻസ് ഫിക്ഷൻ മൂവികളുടെ ലിസ്റ്റ് എടുത്തു നോക്കിയാൽ അതിൽ ഇൻറ്റർസ്റ്റെല്ലാറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് വളരെ മുൻപന്തിയിൽ തന്നെയാണ്. അതിന് പ്രത്യേക കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലുള്ളൂ. കാരണം ഇതിന്റെ ഡയറക്ടറുടെ പേര് ക്രിസ്റ്റഫർ നോളൻ എന്നാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫെബ്രുവരി 7-ന് തിയേറ്ററിൽ പോയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ സിനിമ കണ്ടാലോ. അതുമാത്രമല്ല, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്ക് തുടക്കമായതുകൊണ്ട് തന്നെ പല പോരായ്മകളും ഉണ്ട്, എനിക്കറിയാം. അതെല്ലാം നമ്മൾ വരും വീഡിയോയിൽ മാറ്റുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.